കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അംബാനിക്കും അദാനിക്കും മാത്രമാണ് ബജറ്റിൽ നേട്ടമുണ്ടായത്. അഗ്നിവീറുകളുടെ പെൻഷനായി സർക്കാർ പണം മാറ്റിവെച്ചില്ല. രാജ്യം ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലാണ്. ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് മോദിയും അമിത്ഷായും ഉൾപ്പെടെ 6 പേരാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇതിനിടെ സഭയിൽ ബഹളം. സ്പീക്കറും രാഹുലും തമ്മിൽ തർക്കവുമുണ്ടായി. സഭയിൽ കള്ളം പറയരുത് എന്ന് രാഹുലിനോട് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. വസ്തുതകൾ പറയുന്നത് എങ്ങനെ ചട്ടലംഘനമാകുമെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിച്ചു. सर, आज भी चक्रव्यूह के बीच में 6 लोग हैं। सर, चक्रव्यूह के बिल्कुल सेंटर में, चक्रव्यूह में हजारों लोग होते हैं सर, मगर उसके बिल्कुल सेंटर में 6 लोग कंट्रोल करते हैं। तो जैसे उस टाइम 6 लोग कंट्रोल करते थे, वैसे आज भी 6 लोग कंट्रोल कर रहे हैं। चक्रव्यूह को नरेंद्र मोदी जी, अमित शाह जी, मोहन भगवत जी, अजीत दोवल जी, अंबानी और अदानी जी कंट्रोल कर रहे हैं। सेना के जवानों को आपने अग्निवीर के चक्रव्यूह में फंसाया। सही बात। इस बजट में अग्निवीरों के पेंशन के लिए 1 रुपया नहीं है। ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ആർ കെ, ശക്തമായ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഇന്ന് രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ചത്. വിവിധ വിഷയങ്ങൾ പറഞ്ഞെങ്കിലും അഗ്നിവീറുകളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം എടുത്തു പറയുകയും ചെയ്തു രാഹുൽ ഗാന്ധി. അപ്പോൾ വലിയ തർക്കവും സഭയിലുണ്ടായി. എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് സഭയിൽ നടന്നു? ആർ കെ, ഇതുവരെയുള്ള ഒരു പാർലമെന്ററി ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ പ്രതിപക്ഷ നേതാക്കൾ പുലർത്തുന്ന ഒരു സമീപനം, ആ സമീപനത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു രാഹുൽ ഗാന്ധിയുടേത്. കഴിഞ്ഞ മണിക്കൂറിൽ സഭ കണ്ടത്. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ സർക്കാരിന്റെ നയങ്ങളെ, നിലപാടുകളെ, ഒപ്പം സർക്കാരിന്റെ ബഡ്ജറ്റ് തയ്യാറാക്കിയ രീതിയെ ഒക്കെ വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ചക്രവ്യൂഹത്തിലാണ് രാജ്യം ഉള്ളത് എന്ന് അദ്ദേഹം ആക്ഷേപിച്ചു. അദ്ദേഹം ഈ ചക്രവ്യൂഹം നയിക്കുന്ന 4 പേരുടെ പേരെടുത്ത് പറയുകയും ചെയ്തു. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, ഒപ്പം അജിത് ഡോവൽ, RSSന്റെ അധ്യക്ഷൻ മോഹൻ ഭാഗവത്, ഇങ്ങനെ ഈ 4 പേരാണ് ഈ ചക്രവ്യൂഹത്തെ താങ്ങി നിർത്തുന്നത്. അത് ചക്രവ്യൂഹത്തെ താങ്ങി നിർത്തുന്നത് അത് A1-നും A2-വിനും വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ A1-ഉം A2-വും എന്നുള്ളത് കൊണ്ട് അദാനിയെയും അംബാനിയെയുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സഭയിലില്ലാത്ത അദാനിയുടെയും അംബാനിയുടെയും പേര് പരാമർശിച്ച ഘട്ടത്തിൽ അസത്യം പറയരുത് എന്ന നിലപാട് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഈ അദാനി അംബാനി എന്ന പ്രയോഗങ്ങൾക്ക് ഉപരിയായി A1 A2 എന്ന പ്രയോഗത്തിലേക്ക് എത്തിയത്. എങ്കിലും ഫലത്തിൽ ഈ വിമർശനം വളരെ ശക്തമാകുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ NDAയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അദാനിക്കും അംബാനിക്കും വേണ്ടി രാജ്യത്തെ ജനങ്ങളുടെ അവകാശത്തെ കവരുന്നു, പിന്നാക്ക പട്ടികജാതി വിഭാഗത്തിൽ ആളുകളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നു എന്ന വിമർശനം മുന്നോട്ട് വയ്ക്കാൻ അദ്ദേഹം ഉപയോഗിച്ചു. വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളിൽ ആദ്യത്തേതായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്, ഈ ബഡ്ജറ്റ് ഏത് വിധത്തിലും സാധാരണ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതല്ല, അഥവാ രാഷ്ട്രഹിതത്തിന് ഉചിതമാകുന്നതൊന്നല്ല എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിനടിസ്ഥാനമായി അദ്ദേഹം പറഞ്ഞത്, നികുതി ഭീകരവാദമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ നികുതി ഭീകരവാദത്തെ, അത് GST ആയാലും ശരി, ആദായ നികുതി ആയാലും ശരി, നികുതി ഭീകരവാദത്തെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അതിനടിസ്ഥാനമായി ജനങ്ങൾക്ക് ആശ്വാസം നൽകാനോ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. കോർപ്പറേറ്റ് നികുതിയിലും മറ്റും ഇളവ് നൽകുകയും ഈ സ്റ്റൈഫൻഡ് പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തതുപോലും ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഏതെങ്കിലും വിധത്തിലുള്ള നയമാറ്റം സർക്കാർ നടത്തുമ്പോൾ രാജ്യത്ത് തൊഴിലുകളുടെ എണ്ണം കൂടുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. തൊഴിലില്ലാത്തവരുടെ നാടായി രാജ്യം മാറുകയാണ്. ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്തിരുന്നവരുടെ കച്ചവടമടക്കം കോവിഡിന് ശേഷം ഇല്ലാതായി മാറുന്ന കാഴ്ച രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് മേലാണ് നികുതി ഭീകരവാദം അടിച്ചേൽപ്പിക്കുന്ന അധികാരികൾ ഉള്ളത്. ഈ അധികാരികളെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വ്യവസ്ഥയോ മാറ്റാനായി ഈ ബഡ്ജറ്റിലൂടെ സർക്കാർ തയ്യാറായില്ല. അതുണ്ടാക്കുന്ന സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതം അത് ഇനി വരുന്ന നാളുകളിൽ വളരെ വലുതായിരിക്കും രാജ്യത്ത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. തൊഴിലില്ലാത്തവരുടെ നാടായി രാജ്യം, തൊഴിലില്ലാത്തവരുടെ എണ്ണം കുതിക്കുന്ന വിധത്തിലേക്ക് രാജ്യത്തിന്റെ നിലവിലുള്ള സാഹചര്യം മാറുന്നു എന്ന് അദ്ദേഹം വിമർശിച്ചു. തൊഴിൽ നൽകുക എന്നുള്ളത് സർക്കാരിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നല്ലാതായി മാറിയിരിക്കുകയാണ്. കേവലം കുത്തകകൾക്ക് വേണ്ടിയിട്ട് നിയമങ്ങളെയും ചട്ടങ്ങളെയും
മാറ്റിയെടുക്കുക എന്ന ഒരു കടമ മാത്രമാണ് സർക്കാർ പാലിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. പ്രതിരോധ മേഖലയിൽ സർക്കാർ വലിയ പരാജയമാണ് എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. അഗ്നിവീറുകൾക്ക് പെൻഷൻ നൽകാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല. ഒപ്പം ഈ വീരമൃത്യു വരിച്ച അഗ്നിവീറുകൾക്ക് ഉചിതമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകാനും സർക്കാരിന് കഴിയുന്നില്ല എന്ന് അദ്ദേഹം വിമർശിച്ചു. എല്ലാ മേഖലകളിലും ഈ കൃഷി അടക്കമുള്ള മേഖലകളിലും പരമ്പരാഗത മേഖലകളിലും ഒക്കെ ഈ സർക്കാർ വലിയ രീതിയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. അദ്ദേഹം സഭയിൽ ഒരു ചിത്രം ഉയർത്തിക്കാട്ടാനായിട്ട് നടത്തിയ ശ്രമം സഭയെ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പാർലമെന്ററി കാര്യ മന്ത്രി അടക്കം അദ്ദേഹത്തിന്റെ സമീപനത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് എത്തി. ഈ ഹൽവ തയ്യാറാക്കുന്ന ചടങ്ങ്, ബഡ്ജറ്റിനോടനുബന്ധിച്ച് ഹൽവ തയ്യാറാക്കി അത് വിതരണം ചെയ്യുന്ന ചടങ്ങിന്റെ ചിത്രമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതിൽ രാജ്യത്തിന്റെ സാമൂഹിക പരിപ്രേക്ഷ്യം എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാനായിരുന്നു രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതനുസരിച്ച് നിർമ്മല സീതാരാമനും ഉദ്യോഗസ്ഥരും ഒപ്പം നിൽക്കുന്ന ആ ചിത്രത്തിൽ 2 പേർ മാത്രമാണ് പിന്നാക്ക അഥവാ ദളിത് വിഭാഗത്തിൽപ്പെടുന്നവർ ഉള്ളത്. ഇതാണ് രാജ്യത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ബഹുഭൂരിപക്ഷം വരുന്ന പിന്നാക്ക വിഭാഗങ്ങളെ തീണ്ടാപ്പാട് അകലെ നിർത്തിക്കൊണ്ടാണ് സർക്കാർ അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. വളരെ ശക്തമായിട്ടുള്ള വിമർശനം പ്രതിപക്ഷ നിരയ്ക്ക് ആകെ ഉത്സാഹം നൽകുന്ന വിധത്തിലേക്ക് സഭയെ കൊണ്ട് എത്തിച്ചു. പല ഘട്ടങ്ങളിലും ട്രഷറി ബെഞ്ചുകളിൽ നിന്ന് ശക്തമായിട്ടുള്ള വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധത്തിനെതിരെ ഉയർന്നത്. പല ഘട്ടങ്ങളിലും സ്പീക്കർ രാഹുൽ ഗാന്ധി വാഗ്വാദവും സഭയിൽ നടക്കുന്നത് കാണാമായിരുന്നു. ശരി, ആർ രാധാകൃഷ്ണനാണ് ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, അതിൻ്റെ വിശദാംശങ്ങളൊപ്പം തന്നെ സഭയിൽ നടന്ന ബഹളം അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകിയത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും.